2026 വിഷുപുലരി അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു കലണ്ടർ മാറ്റമല്ല, മറിച്ച് അവരുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ ശുഭകരമായ തുടക്കമാണ്. കണിവേളയിലെ തിരുനാളത്തിന്റെ വെട്ടവും കുന്നപ്പൂക്കളുടെ മഞ്ഞപ്പൊലിമയും പ്രകൃതിയുടെ സമൃദ്ധിയും ഒത്തുചേരുന്ന ഈ പുണ്യവേളയിൽ അവിട്ടം നക്ഷത്രക്കാർ തങ്ങളുടെ സ്വപ്നങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും എത്രത്തോളം അടുത്തുവെന്ന ആത്മപരിശോധനയ്ക്ക് ഒരു സമയമായിരിക്കുകയാണ്. മകരക്കൂർ, കുംഭക്കൂർ എന്നീ രണ്ട് രാശികളിലായി വ്യാപിച്ചു കിടക്കുന്ന അവിട്ടം നക്ഷത്രം സാഹസികതയുടെയും ആത്മവിശ്വാസത്തിന്റെയും പര്യായമാണ്. അഷ്ടവസ്തുക്കളുടെ അനുഗ്രഹമുള്ള ഈ നക്ഷത്രക്കാർക്ക് 2026 വിഷു നൽകുന്ന സന്ദേശം കർമ്മബലത്തിന്റെ വിളവെടുപ്പ് എന്നാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ചു പോകുന്ന കഠിനമായ പരീക്ഷണങ്ങൾക്കും മനസ്സിനെ അലട്ടിയ അനിശ്ചിതത്വങ്ങൾക്കും ഈ വിഷുക്കാലത്തോടെ ഒരു വിരാമമാകുന്നു എന്നതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത. വിഷുക്കണി കാണുമ്പോൾ നാം ഉള്ളിൽ പ്രാർത്ഥിക്കുന്ന ഐശ്വര്യവും സമൃദ്ധിയും കേവലം ഭൗതിക നേട്ടങ്ങൾ മാത്രമല്ല, മറിച്ച് മനസ്സമാധാനവും കുടുംബ ഭദ്രതയുമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഈ രണ്ട് കാര്യങ്ങളിലും വലിയ പുരോഗതിയാണ് പ്രവചിക്കപ്പെടുന്നത്. ജീവിതത്തിന്റെ കനൽപാതകളിൽ തളരാതെ നടന്നവർക്ക് പെയ്തൊഴിയാൻ കാത്തിരിക്കുന്ന മകരമഞ്ഞ് പോലെ തണുപ്പുള്ള അനുഭവങ്ങൾ ഈ വിഷുവർഷം സമ്മാനിക്കും. തൊഴിൽ രംഗത്തായാലും കുടുംബത്തിലായാലും അവിട്ടം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കുന്ന കാലമാണിത്. ആകാശത്ത് വിരിയുന്ന വിഷുപ്പടക്കങ്ങളുടെ വർണ്ണപ്പൊലിമ പോലെ നിങ്ങളുടെ ജീവിതത്തിലും സന്തോഷത്തിന്റെ നിമിഷങ്ങൾ വിരുന്നെത്തും. ഈ വർഷം ഭാഗ്യം നിങ്ങളുടെ പടിവാതിൽക്കൽ മുട്ടി വിളിക്കുമെങ്കിലും അത് തിരിച്ചറിയാനും വിവേകത്തോടെ ഉപയോഗിക്കാനുമുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകും. ഈ വീഡിയോയിലൂടെ നാം നോക്കുന്നത് വരാനിരിക്കുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവും വ്യക്തിപരവുമായ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കും എന്നതിനെ കുറിച്ചാണ്. സാധാരണയായി ഔട്ടം നക്ഷത്രക്കാർ കുറച്ച് കടുപ്പമേറിയ സംസാര പ്രകൃതമുള്ളവരാണെങ്കിലും അവരുടെ മനസ്സ് വളരെ ശുദ്ധമായിരിക്കും. ഈ വിഷുക്കാലം നിങ്ങളുടെ സ്വഭാവത്തിൽ പോസിറ്റീവായ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. മറ്റുള്ളവരോടുള്ള സമീപനത്തിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വലിയ ഗുണഫലങ്ങൾ നൽകുന്ന ഒരു കാലമാണിത്. ഈ വർഷം നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാകും. തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങുന്നതും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതും നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. വിഷുക്കൈ നീട്ടം പോലെ അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ ഈ വർഷം നിങ്ങളെ തേടിയെത്തും. അതൊരു പുതിയ ജോലിയാകാം, വിദേശ യാത്രയാകാം, അല്ലെങ്കിൽ സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നത്തിന്റെ പൂർത്തീകരണവുമാകാം. പ്രകൃതി അതിന്റെ സന്തുലിതാവസ്ഥ കണ്ടെത്തുന്ന വിഷു സംക്രമം പോലെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഈ വർഷം ഒരു പരിഹാരത്തിലേക്ക് നീങ്ങും. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷുഫലം ഒരു വഴികാട്ടിയാണ്. എവിടെ ശ്രദ്ധിക്കണം, എവിടെ മുന്നേറണം, എവിടെ വിട്ടുവീഴ്ച ചെയ്യണം എന്ന് ഈ ബലപ്രവചനം നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നു. ഗ്രഹനിലകളുടെ സങ്കീർണതകളിലേക്ക് പോകാതെ തന്നെ സാധാരണക്കാരനായ ഒരു അവിട്ടം നക്ഷത്രക്കാരന് തന്റെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട് നൽകാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഈ വിഷുക്കാലം നിങ്ങളിൽ പകർന്നു നൽകുന്ന ഊർജം വരും വർഷം മുഴുവൻ നിലനിർത്താൻ സാധിക്കട്ടെ. ജീവിതത്തിന്റെ കയ്പും മധുരവും ഒരേപോലെ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന വിഷുക്കണി പോലെ എല്ലാ വെല്ലുവിളികളെയും പുഞ്ചിരിയോട് നേരിടാൻ അവിട്ടം നക്ഷത്രക്കാരെ ഈ വർഷം പ്രാപ്തരാക്കും. നന്മയുടെയും ഐശ്വര്യത്തിന്റെയും പുതിയ കിരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് 2026 സമഗ്രമായ വിഷുഫലത്തിലേക്ക് കടക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് 2026 വിഷുവിന് ശേഷമുള്ള കാലഘട്ടം ഔദ്യോഗിക രംഗത്ത് സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത്. എങ്കിലും വർഷത്തിന്റെ രണ്ടാം പകുതിയോടെ വലിയ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ വർഷം ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. കഠിനാധ്വാനത്തിന് ഉചിതമായ അംഗീകാരം ലഭിക്കാൻ അല്പം താമസം നേരിട്ടേക്കാം. എങ്കിലും നിങ്ങളുടെ അർപ്പണബോധം മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടും. സഹപ്രവർത്തകരിൽ നിന്നുള്ള ചില നിസ്സഹകരണങ്ങൾ മാനസിക വിഷമം ഉണ്ടാക്കിയേക്കാം. അതിനാൽ ജോലിസ്ഥലത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഉചിതമായിരിക്കും. സ്ഥാനക്കയറ്റത്തിന് കാത്തിരിക്കുന്നവർക്ക് 2026 സെപ്റ്റംബറിന് ശേഷം അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വർഷം വിപുലീകരണത്തിന് അനുയോജ്യമാണ്. വിദേശത്തു നിന്നോ ദൂരദേശങ്ങളിൽ നിന്നോ പുതിയ കരാറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിർമ്മാണ മേഖല, ലോഹങ്ങൾ, യന്ത്ര സാമഗ്രികൾ, സാങ്കേതിക വിദ്യ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കും. പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഇടപാടുകളിൽ സുതാര്യത ഉറപ്പുവരുത്തണം. അല്ലാത്ത പക്ഷം സാമ്പത്തിക നഷ്ടത്തിനോ തർക്കങ്ങൾക്കോ സാധ്യതയുണ്ട്. പുതിയ ജോലി തേടുന്നവർക്ക് ഈ വർഷം ശുഭകരമാണ്. പ്രത്യേകിച്ച് IT, ബാങ്കിംഗ്, അധ്യാപനം എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിഷുവിന് ശേഷമുള്ള 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ 2026 അവിട്ടം നക്ഷത്രക്കാർക്ക് മിതമായ ഫലങ്ങളാണ് നൽകുന്നത്. പണം കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത പാലിക്കേണ്ട വർഷമാണിത്. വരുമാന മാർഗങ്ങൾ തടസ്സപ്പെടില്ലെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ വന്നുചേരാൻ സാധ്യതയുണ്ട്. മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്ത യാത്രകൾക്കോ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വേണ്ടി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരും. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കുന്നത് വലിയ ആശ്വാസമാകും. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ ഉള്ള ഭാഗ്യപരീക്ഷണങ്ങൾ ഈ വർഷം ഒഴിവാക്കുന്നതാണ് നല്ലത്. സ്ഥിര നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ സ്വർണത്തിലുള്ള നിക്ഷേപങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും.
ഭൂമി വാങ്ങാനോ വീട് പണിയാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവരും. എന്നാൽ ആധാരവും മറ്റു രേഖകളും കൃത്യമായി പരിശോധിക്കാൻ മറക്കരുത്. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കുന്നത് മനസ്സിന് വലിയ സമാധാനം നൽകും. എന്നാൽ മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതോ വലിയ തുക കടം കൊടുക്കുന്നതോ ഈ വർഷം ഒട്ടും ഗുണകരമാകില്ല. പണം തിരികെ കിട്ടാൻ ബുദ്ധിമുട്ട് നേരിടുകയും അത് സൗഹൃദങ്ങളെ ബാധിക്കുകയും ചെയ്തേക്കാം. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വർഷം സാധിക്കും. എങ്കിലും ചൊവ്വയുടെ സ്വാധീനമുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ഗുണകരമായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് വലിയ കലഹങ്ങളിലേക്ക് നീങ്ങില്ല. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. ദമ്പതികൾ തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കും. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഈ വർഷം സന്താനഭാഗ്യം പ്രതീക്ഷിക്കാം. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ വർഷം വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. വീട്ടുകാരുടെ സമ്മതം ലഭിക്കാനും തടസ്സങ്ങൾ മാറാനും സാധ്യതയുണ്ട്. വിവാഹം ആലോചിക്കുന്ന അവിട്ടം നക്ഷത്രക്കാർക്ക് 2026 പകുതിയോടെ അനുയോജ്യമായ ആലോചനകൾ വരും. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളുമായി ഭൂമി സംബന്ധമായോ പണം സംബന്ധമായോ ഉള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് രമ്യമായി പരിഹരിക്കാൻ ഈ വർഷം സാധിക്കും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഗുണകരമായ തീരുമാനങ്ങൾ ഉണ്ടാകും. കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾ പോകാനും ആത്മീയ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും അവസരം ലഭിക്കും. 2026 അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ഉണർവിന്റെ വർഷമാണ്. ലൗകികമായ തിരക്കുകൾക്കിടയിലും ആന്തരികമായ സമാധാനം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കും. ഈ വർഷം ക്ഷേത്ര ദർശനങ്ങൾക്കും തീർത്ഥാടനങ്ങൾക്കും കൂടുതൽ സമയം കണ്ടെത്തും. ഗുരുകുല സമ്പ്രദായത്തിലുള്ള പഠനങ്ങളിലോ യോഗ, ധ്യാനം തുടങ്ങിയവയിലോ താല്പര്യം വർദ്ധിക്കും. മന്ത്രജപങ്ങളും വഴിപാടുകളും മനസ്സിന് വലിയ ആശ്വാസം നൽകും. മുൻപ് മുടങ്ങിക്കിടന്ന കുടുംബക്ഷേത്രത്തിലെ വഴിപാടുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. ചില സമയങ്ങളിൽ അകാരണമായ ഭയമോ ഉത്കണ്ഠയോ ഉണ്ടായേക്കാം. ഇത് ജോലിഭാരം കൊണ്ടോ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക കൊണ്ടോ ആകാം. പ്രാണായാമം പരിശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. അനാവശ്യ ചിന്തകൾ ഉപേക്ഷിച്ച് പോസിറ്റീവായ വ്യക്തികളുമായി സമയം ചെലവഴിക്കുന്നത് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കും. ആരോഗ്യകാര്യത്തിൽ ഈ വർഷം മിതമായ ജാഗ്രത ആവശ്യമാണ്. വലിയ അസുഖങ്ങൾ ഭയപ്പെടാനില്ലെങ്കിലും നിസ്സാരമായ അസ്വസ്ഥതകൾ അവഗണിക്കരുത്. അസ്ഥി സംബന്ധമായ വേദനകൾ, ദഹന പ്രശ്നങ്ങൾ, രക്തസമ്മർദ്ദം എന്നിവയുള്ളവർ കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തണം. ചൊവ്വയുടെ നക്ഷത്രമായതിനാൽ രക്തസംക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാൻ നേരിയ സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുന്നത് നല്ലതാണ്. എണ്ണമയമുള്ളതും എരിവുള്ളതുമായ ഭക്ഷണങ്ങൾ കുറയ്ക്കുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ധൃതിയിലുള്ള യാത്രകൾ ഒഴിവാക്കുക. വീടിനുള്ളിലായാലും ജോലി സ്ഥലത്തായാലും മുറിവുകളോ ചതവുകളോ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം കഠിനാധ്വാനത്തിന് ബലം ലഭിക്കുന്ന കാലമാണ്. പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത പുലർത്താൻ സാധിക്കും. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് തങ്ങൾ ആഗ്രഹിച്ച വിഷയം തന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ്. എങ്കിലും അമിത ആത്മവിശ്വാസം ഒഴിവാക്കണം. വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് രേഖകൾ ശരിയാക്കുന്നതിനും അഡ്മിഷൻ ലഭിക്കുന്നതിനും ഈ വർഷം അനുകൂലമാണ്. കായിക രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ അംഗീകാരങ്ങൾ ലഭിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ മാന്യതയും പ്രശസ്തിയും വർദ്ധിക്കുന്ന വർഷമായിരിക്കും 2026. പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും ഈ കാലയളവ് വളരെ ഗുണകരമാണ്. ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത് വഴി വലിയ ആത്മസംതൃപ്തി ലഭിക്കും. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുമെങ്കിലും അവരിൽ ചിലരെങ്കിലും നിങ്ങളെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചേക്കാം. അതിനാൽ കരുതിയിരിക്കുക. പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് വിഷുവിന് ശേഷം അനുകൂലമായ സമയമാണ്. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അത് സാധ്യമാകും. നിയമപരമായ തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ വിധി വരാൻ സാധ്യതയുണ്ട്. എങ്കിലും ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് വഴി തുറക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുന്നത് ബുദ്ധിയായിരിക്കും. അവിട്ടം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഈ വർഷം ജോലിയിൽ വലിയ പുരോഗതിയുണ്ടാകും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കും. ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങാൻ യോഗമുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ 2026 വിഷു അവിട്ടം നക്ഷത്രക്കാർക്ക് പരിശ്രമത്തിലൂടെ വിജയമെന്ന സന്ദേശമാണ് നൽകുന്നത്. ആഗ്രഹിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണമെന്നില്ല. പക്ഷേ ക്ഷമയോടെ കാത്തിരുന്നാൽ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. സാമ്പത്തിക അച്ചടക്കവും ആരോഗ്യത്തിലുള്ള ശ്രദ്ധയും ഉണ്ടെങ്കിൽ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലെ മികച്ച വർഷങ്ങളിൽ ഒന്നായി മാറും. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. അർഹരായവർക്ക് അന്നദാനം നടത്തുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും. നിങ്ങളുടെ സംസാരത്തിൽ വിനയം നിലനിർത്തുക. അത് ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കി മാറ്റാൻ നിങ്ങളെ സഹായിക്കും. ഈ 2026 വിഷുക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു.